പ്രിയമുള്ളവരെ നമസ്കാരം. അഭിലാഷ് പാലകൃഷ്ണൻ, ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ്. ഞാനിന്ന് സ്റ്റോണുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നൊരു സ്റ്റോണ്, ഞാൻ ഇതുവരെ പറഞ്ഞ സ്റ്റോണുകളിൽ രക്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഉപരക്തങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് വൈഡൂര്യം, കാറ്റ്സയെക്കുറിച്ച് ഞാൻ രക്തങ്ങളിൽ പറഞ്ഞതാണ്. ഈ കാറ്റ്സയെക്കുറിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഇന്ന് ധരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. കാറ്റ്സൈ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ തന്നെ കാറ്റ്സയെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം ആൾക്കാരും കാറ്റ്സൈ ധരിക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യരല്ല. പക്ഷേ ഈ കാറ്റ്സൈ ധരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ധരിക്കേണ്ടവർ ധരിക്കേണ്ട രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ വലുതാണ്. അപ്പോൾ ഈ കാറ്റ്സയെക്കുറിച്ച് ഞാനെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഗ്ലൈക്കോമ എന്നൊരു രോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചികിത്സയ്ക്കും കാറ്റ്സൈ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൂർവ്വ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഞാനന്ന് സംസാരിച്ചത്. ആ വിഷയത്തെ ത്വരിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബലപ്പെടുത്തുന്നതുമായിട്ട് കാറ്റ്സൈയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ വൈഡൂര്യം എന്ന് പറയുന്ന ഒരു സ്റ്റോൺ, ആ സ്റ്റോണിൻ്റെ അതിൻ്റെ നടുപ്രതലത്തിൽ പ്രകാശം ആ സ്റ്റോണിലേക്ക് പതിക്കുമ്പോൾ ആ പതിക്കുന്ന ഭാഗത്തുണ്ടാകുന്ന വ്യതിചലനം നൂലിൻ്റെ ആകൃതിയിലുള്ള പ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കല്ലെടുക്കുന്ന ആൾക്കാരൊക്കെ പൊതുവിൽ പറയുക, അല്ലെങ്കിൽ കല്ല് വ്യാപാരികൾ പറയുക, നൂലെന്നാണ് ഈ കാറ്റ്സൈയുടെ പ്രധാനപ്പെട്ട ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നതിനനുസരിച്ചിട്ട് ആ നൂലിൻ്റെ സ്ട്രെങ്തിനെസ്സിനനുസരിച്ചിട്ടാണ് ഈ കാറ്റ്സൈയിൽ വില നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ഹണി കാറ്റ്സൈ എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ളൊരു കാറ്റ്സൈയാണ്. അതിൽ നൂല് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ കല്ലിന് ഗുണമേന്മ കൂടുമെന്നാണ് ഇതുവരെയുള്ള നമ്മുടെ പഠനം കൊണ്ട് തെളിയിക്കുന്നത്. പക്ഷേ ഈ കാറ്റ്സൈയെക്കുറിച്ച് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കാഴ്ചശക്തിയെ നിയന്ത്രിക്കുന്നതിൽ കാറ്റ്സൈക്ക് ഒരുപാട് പങ്കുണ്ട്. ഇപ്പോൾ കാറ്റ്സൈ ധരിക്കുന്ന ഒരാൾ, ഞാൻ ഈ പ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇതിലുണ്ടാകുന്ന റേഡിയേഷൻ പറഞ്ഞു, ഈ പ്രകാശം ഇതിലേക്ക് പതിച്ചിട്ടുള്ള എനർജിയാണ് ധരിക്കേണ്ട രീതിയിൽ രത്നങ്ങൾ ധരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു, രത്നങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ ധരിച്ചാലുള്ള ദോഷങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കണ്ണിന് കാഴ്ച ശക്തി ഒരു ലെവലേഷൻ കുറഞ്ഞൊരാൾ, അയാൾക്ക് ജാതകപ്രകാരം അയാൾക്ക് കാറ്റ്സൈ ധരിക്കാമെന്നൊരു ഓപ്ഷൻ വന്നാൽ ആ കാറ്റ്സൈ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും, കാറ്റ്സൈ എന്ന് പറയുന്നതിന് 1 ക്യാരറ്റ് 2 ക്യാരറ്റ് കൊടുത്തതുകൊണ്ട് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നുള്ള ചിന്ത ആരെങ്കിലും വച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലുമാണ് ഞാനിവിടെ സംസാരിച്ചു വരുന്ന വിഷയം. അപ്പോൾ ഈ കാറ്റ്സൈ നമ്മൾ ധരിക്കുമ്പോൾ ഈ കാറ്റ്സൈയിലേക്ക് പ്രകാശം പതിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്, നമ്മുടെ കണ്ണിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം ഈ കാറ്റ്സൈ ധരിക്കുന്ന ആളുടെ ഇപ്പം എനിക്ക് കാറ്റ്സൈ ധരിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പം എനിക്ക് പൊതുവിൽ എനിക്ക് കണ്ണിന് പ്രശ്നമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നാളെ കാറ്റ്സൈ ധരിച്ചത് കൊണ്ട് എല്ലാവരും കണ്ണിൻ്റെ അസുഖം മാറും, സർജറി ചെയ്യേണ്ട എന്നൊന്നുമല്ല. ഇപ്പം എനിക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ട് വരുന്ന രീതിയിൽ ആ കാറ്റ്സൈ അവിടെ ധരിച്ചു കഴിഞ്ഞാൽ, ആ കാറ്റ്സൈ ധരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണിന് പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, ആ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ഇതുവരെയുള്ള ഒരു നല്ലൊരു പ്രശ്നമാണെങ്കിൽ അതിൻ്റെ ഒരു ഭൂരിഭാഗം അളവും കുറയാൻ വേണ്ടി സാധിക്കും. അതേ സമയത്ത് നമ്മൾ ഈ കാറ്റ്സൈഡ്, അതാണ് ഞാൻ പറഞ്ഞത്, കാറ്റ്സൈയിലെ ഒരു 2 ക്യാരറ്റോ 3 ക്യാരറ്റോ ധരിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എന്ന് ആരും ചിന്തിക്കേണ്ട. ഒരാൾക്ക് കാറ്റ്സൈ ഒരു വൈഡൂര്യം ധരിക്കേണ്ട ഒരു ആവശ്യകത വന്നാൽ ആ വൈഡൂര്യം ധരിക്കേണ്ടത് നിശ്ചിതമായിട്ട് അയാളുടെ ഭാരത്തിനനുസരിച്ചിട്ട്, നമ്മളിപ്പോൾ വൈഡൂര്യത്തെ ആ ഭാരത്തിനനുസരിച്ചിട്ട് നമ്മൾ തിരപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഈ ധരിക്കുന്ന സ്റ്റോൺസ് ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എനർജി എന്താണെന്ന് ധരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ അത് ഭൂരിഭാഗവും ഈ വൈഡൂര്യം എന്ന് പറഞ്ഞിട്ട് കാറ്റ്സൈ എന്ന് പറഞ്ഞ് ആൾക്കാർ ചെറിയ ക്യാരറ്റുകൾ മേടിച്ചിട്ടുകൊണ്ട് അതിലൊരു ഗുണം ഉണ്ടാകത്തില്ല. അതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഫേക്ക്നെസ് സ്റ്റോൺസ് ഇത് കാറ്റ്സൈയിൽ തന്നെ ആൾക്കാരെ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ധരിക്കുക, അത് ഞാൻ എൻ്റെ ഒരു അറിവ് പ്രകാരം ഒരു ഗ്രഹനില നോക്കുമ്പോൾ തന്നെ നമുക്കൊരു 100 പേരെടുത്താൽ അതിലൊരു 3 പേർക്ക് മാത്രമേ കാറ്റ്സൈ ധരിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു നിയോഗമുള്ളൊരു സ്റ്റോണാണ്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിലല്ല. നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് എത്രത്തോളം പേർക്കറിയാം, അതിലെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എത്രത്തോളം പേർക്കറിയാം.
അതുപോലെ ഓരോ സ്റ്റോൺസുകൾക്കും അതിൻ്റെതായിട്ടുള്ള ജെനറ്റിക് ഘടന അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഗുണമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നമുക്ക് കാറ്റ്സയിൽ തന്നെ ഞാൻ പറയുന്നത്, ഇപ്പം ഡയമണ്ടിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നത്, ഡയമണ്ട് നമ്മുടെ ശരീരത്തിൽ ധരിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ ബ്ലഡ് സെല്ലുകൾക്ക് എനർജി ഉണ്ടാകുന്നു, നമ്മുടെ സെൽസിൻ്റെ ഉത്തേജനം ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു എനർജി നമ്മൾ എപ്പോഴും ഹറിയപ്പായിരിക്കും. പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ രത്നങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി രത്നം ധരിക്കുകയാണ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ മോർണിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ്, ഈവനിങ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ആണ്. രാവിലെ എണ്ണീക്കുമ്പോൾ ഈവനിങ്ങിൻ്റെ ആക്ഷനോട് കൂടിയിട്ട് രാവിലെ എണ്ണീറ്റാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാഡ് എനർജി ഉണ്ടെന്നാണ് അർത്ഥം. അതേ സമയത്ത് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ആക്ടിവിറ്റി ആയിട്ട്, നല്ല പോസിറ്റീവായിട്ട്, നല്ല എനർജറ്റിക്കലായിട്ട് മൂവ് ആവുക എന്നുള്ളതാണ് മോർണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ എനർജിയും നമ്മുടെ പോസിറ്റിവിറ്റിയും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നത് രത്നങ്ങളാണ്. അതിലെ ഏറ്റവും നല്ല ചാലകവും രത്നങ്ങളാണ്. കാര്യം, രത്നങ്ങളിൽ പ്രകാശം പതിക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന റേഡിയേഷൻ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗുണമായിട്ട് മാറുന്നുണ്ട്. അതുതന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, രത്നങ്ങൾ ധരിക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായി ചൂസ് ചെയ്യാൻ സാധിക്കുക, സന്തോഷപരമായി ചൂസ് ചെയ്യാൻ സാധിക്കുക. അത് ധരിച്ചതുകൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണമെന്നുള്ള ഒരു തോന്നലുണ്ടാകും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. നമുക്ക് ഏത് രത്നങ്ങളായാലും ശരി, ഞാനിപ്പം കാറ്റ്സൈയുടെ കാര്യം ഇതൊരു സൂചിപ്പിച്ചതാണ്. ഇത് ആരോഗ്യപരമായിട്ട് അതിനൊരു മാറ്റം ഉണ്ടാകുന്നത്, അതായത് നാച്ചുറൽ കാറ്റ്സൈ. ഞാനിവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഈ പറയുന്നതെല്ലാം നാച്ചുറലായിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. നാച്ചുറലായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മാത്രമേ ഈ പ്രോസസ്സിങ് നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഫേക്ക് സ്റ്റോൺസിലേക്ക്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കോ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം കൃത്യമായിട്ടുള്ള രീതിയിൽ, കൃത്യമായ അളവിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായുള്ള ഗുണം തന്നെ ഉണ്ടാവും. എന്നെ വിളിക്കുന്ന ഓരോ ആൾക്കാരും എന്നെ വിളിക്കുമ്പോഴും ഓരോ സ്റ്റോൺസിനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുകയും ആ സ്റ്റോണിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം, ഡയമണ്ട് ധരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഞാൻ ഡയമണ്ട് കൊടുക്കാൻ പാടില്ല. അത് ഞാൻ മാത്രമല്ല, നമ്മളെപ്പോലെ രത്നം വ്യാപാരം ചെയ്യുന്ന എല്ലാ പേരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു രത്നം ധരിക്കാൻ പാടില്ല എങ്കിൽ അത് നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആ രത്നം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ആ രത്നം കൊടുത്തു കഴിഞ്ഞാൽ അവരെ ബാധിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ ഇനി കൊണ്ടുവരാൻ പോകുന്ന വിവിധ ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ, ഓരോ രത്നങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മരതകം ധരിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി, നമുക്ക് ബിസിനസ്സിനോടുണ്ടാകുന്ന ഒരു ആത്മാർത്ഥത, അത് വിജയിക്കണമെന്നുള്ളൊരു ഡെഡിക്കേഷൻ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട എനർജിയാണ്. ആ എനർജി ഫോർമേഷനെ ഏറ്റവും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട്, ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് എമറോൾഡ്. അപ്പോൾ അതിലേക്ക് അടങ്ങിയിരിക്കുന്ന കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകാശം അതിലേക്ക് പതിച്ചുണ്ടാകുന്ന റേഡിയേഷനിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പം സ്റ്റോൺ ധരിക്കുക എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ രത്നങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് പ്രഭാതത്തിൽ ഉണർന്നെണ്ണീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈവനിങ്ങിൽ ചെയ്യുന്നത് പോലെയാണ് ഒരു വ്യക്തി ചെയ്യുന്നെങ്കിൽ അയാൾ സ്റ്റോൺ ധരിക്കണം. കാര്യം, അയാളുടെ എനർജി വീക്കാണ്, അയാൾക്ക് എനർജി ഇല്ല, അയാളുടെ നെഗറ്റീവ് എനർജി അയാളുടെ ശരീരത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ആ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റിവിറ്റിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ രത്നങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് സിമ്പിളായൊരു ഡെഫിനിഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. മോർണിംഗിൽ നമ്മൾ എഴുതി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എല്ലാം ഈവനിങ്ങിൻ്റെ ആക്ടിവിറ്റീസാണ് മോർണിംഗിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അപ്പോൾ ധാരണ ഉണ്ടാവണം, നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. നമ്മൾ ധരിക്കുന്ന സ്റ്റോണുകളെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ DNA ചാനൽ കാണുന്ന എത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അറിയില്ല. പക്ഷേ ഇത് ആര് കണ്ടാലും കല്ലുകളിൽ എന്താണ് നാച്ചുറൽ, എന്താണ് സിന്തറ്റിക്, ഇപ്പം ഞാൻ പറയുന്നതുകൊണ്ട് അത്രയും ഗുണമുണ്ട് ആൾക്കാർക്ക്. ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയാലും ഇത് സിന്തറ്റിക് ആണോ, ഇത് ഗ്ലാസ് ആണോ, നാച്ചുറൽ എന്താണ് എന്ന് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് എല്ലാവരുടെ ഉള്ളിലേക്കും വരുന്നത് നമുക്കുണ്ടാകുന്ന അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കുന്നതാണ്. ഞാനിവിടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് നമുക്കിവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് സ്റ്റോൺസ്, ഗ്ലാസ് സ്റ്റോൺസ് നല്ലതാണ്, നാച്ചുറൽ സ്റ്റോൺസ് കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സിന്തറ്റിക് വാങ്ങിച്ചിടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ രത്നങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥതയും രത്നങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഗുണങ്ങളും, രത്നങ്ങളെക്കുറിച്ച് നമുക്ക് എത്രത്തോളം ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധ്യപ്പെടുത്തലുമാണ് എന്നെ DNA ചാനലിൽ ഈ രത്നങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവും വിവരശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയിലേക്ക് എത്തിച്ചത്.
ഞങ്ങളുടെ ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് ഞങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ജെം സ്റ്റോൺസ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. രക്തങ്ങളിട്ട് ഗുണം കിട്ടുക എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള രക്തങ്ങൾ ധരിക്കുക, അതിൽ ഗുണം കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ കാറ്റ്സയെ പറഞ്ഞു വന്ന കാര്യം, കാറ്റ്സൈ എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള ഒരു കാറ്റ്സയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വന്തമാണ് കാറ്റ്സൈ. ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള കാറ്റ്സൈ വൈഡൂര്യം കിട്ടുന്നത് കേരളത്തിലാണ്. കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളായിട്ടുള്ള വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, വ്ളാത്താങ്കര ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും നല്ല സുലഭമായിട്ട് കിട്ടും. ഇപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് കന്നം നിർത്തിയത് കാരണം നമുക്ക് അത്രയും നല്ല രീതിയിലുള്ള കാറ്റ്സൈ കിട്ടും. ഇനി വേറെ മൈനിൽ നിന്നാണ് കാറ്റ്സൈ കിട്ടുക. അപ്പം റെയറായിട്ട് വരുന്ന കാറ്റ്സൈ ഏറ്റവും നല്ല മൂല്യമുള്ള ഹണി കാറ്റ്സൈ കിട്ടുന്നത് നമ്മുടെ ഭാഗത്താണ്. അപ്പം നമ്മുടെ കല്ലാണ് ദൈവം നാച്ചുറലായിട്ട് നമുക്ക് തന്നിട്ട് നമ്മുടെ ഭൂപ്രദേശത്തേക്ക് തന്നിരിക്കുന്നതാണ് കാറ്റ്സൈ. എത്ര പേർക്കറിയാം? അപ്പോൾ ഇതിൽ കിട്ടുന്ന വൈഡൂര്യം, ഇത് ഗ്ലൈക്കോമ എന്നൊരു രോഗത്തിന് ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഈ കാറ്റ്സൈ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. എന്തുകൊണ്ട്? അതിലേക്ക് നോക്കി ഒരു അരമണിക്കൂർ ഇരിക്കുകയും അത് ഉള്ളം കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് നോക്കി അരമണിക്കൂർ ഇരിക്കുകയും സൈഡിൽ നിന്നുള്ള പ്രകാശം, ഇങ്ങനെ സൂര്യൻ്റെ പ്രകാശം ഇതിലേക്ക് പതിക്കാൻ കണക്കിനുള്ള രീതിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡായിരുന്നു. ഇത് ഞാനായിട്ട് പറയുന്നതല്ല, ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ആ മെത്തേഡിൽ നോക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണിൻ്റെ അസുഖത്തിൽ ഭേദം മാറി. ഇന്ന് ശാസ്ത്രം വളർന്നു, നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ്. പക്ഷേ എന്തൊക്കെയുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഏത് അസുഖത്തിനും, ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ക്യാൻസർ ഏറ്റവും വലിയൊരു രോഗമാണ്. ആ രോഗം വരുമ്പോൾ ആദ്യം ഡോക്ടേഴ്സ് പറയുന്നത് എന്താ? നിങ്ങൾ തളരരുത്, നിങ്ങൾ അതിനെതിരെ പോരാടി വിജയിച്ചു വരുമെന്നുള്ള ചിന്തയും മനസ്സും നിങ്ങൾക്കുണ്ടാവണമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ആത്മവിശ്വാസമാണ്, നമ്മുടെ ഊർജ്ജമാണ്, നമ്മുടെ എനർജിയാണ്. എന്തിനേയും തരണം ചെയ്ത് മുന്നിലേക്ക് വരിക എന്നുള്ളത് നമ്മുടെ എനർജിയാണ്. ആ ഒരു തോട്ട്സ്, ആ ഒരു ചിന്തയാണ് നമ്മളെ എല്ലാത്തിൽ നിന്നും മാറ്റുന്നത്. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്നത് ദൈവം പാതി മനുഷ്യൻ പാതി എന്നാണ്, ശാസ്ത്രം പാതി ഈശ്വരൻ പാതി എന്നാണ്. അപ്പോൾ ഈശ്വരൻ്റെ പാതി കടാക്ഷവും ശാസ്ത്രത്തിൻ്റെ പാതി കടാക്ഷവും കൂടി ആകുമ്പോൾ അത് മാറുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും രക്തങ്ങളെന്ന് പറയുന്ന, രക്തശാസ്ത്രം എന്ന് തന്നെ പറയുന്നത്, എപ്പോഴും രക്തങ്ങളിൽ നമ്മൾ തേടിപ്പോകേണ്ടതായിട്ടുള്ള നിഗൂഢതകളുണ്ട്. നമ്മൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള രക്തങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. ഇതിനപ്പുറമുള്ളതും കാണാം, പുതിയ പുതിയ പേരുകളിൽ, പുതിയ പുതിയ രീതികളിൽ കാണാം. പക്ഷെ മനുഷ്യൻ്റെ കരങ്ങളിലേക്കും മനുഷ്യൻ്റെ കരങ്ങൾ സ്പർശിച്ചിട്ടുള്ള രക്തങ്ങളാണ് കൃത്യമായ രേഖകളിൽ അവലോകനം ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് കൊണ്ടാണ് ഓരോന്നും കൃത്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിലൊരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആയാലും നമ്മുടെ അസുഖത്തിൻ്റെ ആയാലും നമുക്കുണ്ടാവുന്ന ഒരു പോസിറ്റിവിറ്റി ആയാലും അതിലൊക്കെ ഒരു പ്രധാന പങ്ക് രക്തം വഹിക്കുന്നു എന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി, യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാ വിഷയങ്ങളെയും കാണുമ്പോൾ തുറന്ന മനസ്സും തുറന്ന ചിന്തയുമാണ് ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു പ്രഭാതത്തിലേക്കോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിലേക്കുള്ള വാതിലുകളായി മാറുന്നത്. അങ്ങനെ നല്ല ചിന്തകളും നല്ല കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പുതിയൊരു അറിവും പുതിയ രത്നങ്ങളെക്കുറിച്ചുള്ള പുതിയ ശേഖരണവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.